ICC T20 ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. ഈ ലോകകപ്പിൽ ഇതുവരെ തോൽവിയറിയാതെ എത്തിയ ഇന്ത്യക്ക് മുന്നിൽ ഇംഗ്ലണ്ടാണ് സെമി ഫൈനലിലെ എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സൂപ്പർ 8-ൽ അമേരിക്കയ്ക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയാണ് ജോസ് ബട്ട്ലറും സംഘവും ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പ് സെമിയിലും ഇന്ത്യയായിരുന്നു ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. 2007 ആദ്യ T20 ലോകകപ്പ് MS ധോണിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയിരുന്നെങ്കിലും കുട്ടി ക്രിക്കറ്റിൽ പിന്നീട് കാര്യമായ നേട്ടമൊന്നും ആവർത്തിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. 17 വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിക്കാനാണ് ഇത്തവണ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുമ്പോൾ T20 ലോകകപ്പ് സെമിയിൽ ഇന്ത്യക്കായി അവസാനമായി വിക്കറ്റ് നേടിയ ബൗളർ ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയാണ് എന്നത് രസകരമായ വസ്തുതയാണ്. 2016 T20 ലോകകപ്പിലെ സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു കോഹ്ലി വിക്കറ്റ് നേടിയത്. 36 പന്തിൽ 52 റൺസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് താരം ജോൺസൺ ചാൾസിന്റെ വിക്കറ്റാണ് കോഹ്ലി അന്ന് നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് സ്വന്തമാക്കിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കരീബിയൻ പട 19.4 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 2016 ഈ സെമി ഫൈനൽ തോൽവിക്ക് ശേഷം 2022 ഇന്ത്യ പിന്നീട് T20 ലോകകപ്പ് സെമിയിലേക്ക് എത്തിയത്. അന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മുന്നോട്ട് വെച്ച 169 റൺസ് വിജയലക്ഷ്യം വിക്കറ്റൊന്നും നഷ്ടമാകാതെ ഇംഗ്ലണ്ട് 16 ഓവറിൽ തന്നെ മറികടന്നു. 2 വർഷങ്ങൾക്കിപ്പുറം അതേ ഇംഗ്ലണ്ട് തന്നെയാണ് സെമിയിൽ വീണ്ടും ഇന്ത്യയുടെ എതിരാളികളാകുന്നത്.